ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ ആദ്യത്തെ യൂണിറ്റായ ചിറകു വിരിച്ച് എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠമാണ് വട്ടത്തിൽ ചവിട്ടുമ്പോൾ. അപ്പോൾ ഇതൊരു പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കവിതയാണ് വരുന്നത്. അപ്പോൾ ആ കവിതയും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിറകു വിരിച്ചു എന്ന് പറയുന്ന യൂണിറ്റ് തുടങ്ങി വെച്ചു. അതുപോലെ തന്നെ ചിറകുള്ള ബസ്, അതുപോലെ തന്നെ അതിലൊരു മുന്നറിയിപ്പ് പറയുന്ന ഒരു കവിതയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വട്ടത്തിൽ ചവിട്ടുമ്പോൾ. അപ്പോൾ അവിടെ ഒരു മനോഹരമായ ചിത്രങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു പാഠഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെയധികം ഭംഗിയുള്ള, അതുപോലെ തന്നെ വളരെ വർണ്ണ ഭംഗിയുള്ള ചിത്രങ്ങൾ ഒരുപാട് ഈ പാഠഭാഗത്തിലുണ്ട്. കുട്ടി യാത്രക്കൊരുങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര? നമുക്ക് നോക്കാം, ഒരുമിച്ച് വായിച്ചു നോക്കാം. വട്ടത്തിൽ ചവിട്ടുമ്പോൾ. നീലക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ്. അപ്പം നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്, നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. അപ്പം നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും ഒക്കെ നമുക്ക് തോന്നുക ചെയ്യാറുണ്ടല്ലേ. ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് PP രാമചന്ദ്രൻ്റെ സൈക്കിൾ ചവിട്ടാൻ എന്ന കവിത. ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിൽ. അപ്പോൾ നമ്മൾ PP രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് സൈക്കിള് ചവിട്ടാൻ എന്ന് പറയുന്ന കവിത. അപ്പോൾ അതിലെന്താണ് പറയുന്നത്? ഒരു സങ്കല്പയാത്ര. അതായത് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സങ്കല്പിക്കില്ല. അങ്ങനെ ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടേക്ക് അങ്ങോട്ടുമല്ല, നമ്മുടെ ചന്ദ്രനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ കുട്ടി എങ്ങനെയാണ് പുറപ്പെടുന്നത്? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിലാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ, ആരുടെ സൈക്കിളിലാണ്? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിൽ. മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പണ്ട് വാഹനങ്ങളൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും, അതായത് സൈക്കിളൊക്കെ ഉള്ള ആളുകളുണ്ടാകും, അവരിൽ നിന്ന് കടം വാങ്ങിയിട്ടൊക്കെയാണ്, ഒരു ദിവസത്തെ വാടക കൂലിയൊക്കെ കൊടുത്തിട്ടാണ് സവാരിക്കൊക്കെ പോവാറുള്ളത്. അപ്പോൾ മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു. പക്ഷേ അതിനെയെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ചന്ദ്രനിലേക്കാണ്. അപ്പം ചന്ദ്രനിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ മൈക്കിൾ ചേട്ടൻ പറഞ്ഞ് അത് പറ്റില്ല, കാരണം എന്തെങ്കിലും നമുക്ക് അപകടങ്ങൾ പറ്റിയാലെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുട്ടി അങ്ങനെ ഒന്നും വിടുന്ന ലക്ഷണമില്ല. കുട്ടി അതിനെല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കൊടുത്തു. മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതക പട്ടുടുത്ത ഭൂമി. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ? അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ എല്ലാവർക്കും എന്തായിരിക്കും ചന്ദ്രൻ, എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ, അതൊക്കെ നമുക്കൊരു കൗതുകവും അത്ഭുതകരവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടി അറിയാണ്, അതുപോലെ നല്ല ദൂരെയുള്ള ചന്ദ്രനിൽ ആരെങ്കിലും ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുക. നമ്മുടെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഈ സുന്ദരമായ കാഴ്ചകൾ കാണാനും ഒക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാകും എന്നൊക്കെ കുട്ടി ചിന്തിക്കുകയാണ്. സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരാവും? അതെല്ലാം കവിതയിലുണ്ട്. അപ്പോൾ ഇനി കുട്ടി ചന്ദ്രനിലേക്ക് സൈക്കിളും എടുത്ത് പോയിട്ട് അവിടെ നിന്ന് ആരെങ്കിലും ഇനി ഭൂമിയിലേക്ക് വരുമോ? അതെല്ലാം നമുക്ക് കവിതയിലുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നു, കവിതക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെ പറ്റി എന്തൊരു ചന്തമാണെന്നോ. അതായത് നമുക്കിപ്പോൾ
നിങ്ങളെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ അതൊന്ന് മറിച്ച് നോക്കിയാൽ മതി. വളരെയധികം മനോഹരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കവിതയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പം അത് കൊടുത്തിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആകാശയാത്രക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. അപ്പോൾ ആ ചിത്രങ്ങൾ എന്താണ്? ആ കുട്ടി ചന്ദ്രനിലേക്ക് പോകുമ്പോൾ ആകാശയാത്രക്കിടെ കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പുസ്തകത്തിൽ. ചന്ദ്രയാത്രക്ക് നിങ്ങൾ തയ്യാറായോ? എങ്കിൽ പുറപ്പെട്ടോളൂ. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ആ കുട്ടിയോടൊപ്പം ചന്ദ്രയാത്രക്ക് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റെഡിയല്ലേ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ആ കവിത വായിക്കാം, അതുപോലെ തന്നെ പഠിക്കാം, അതുപോലെ തന്നെ അതിലെ ഉത്തരങ്ങളും ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും റെഡിയല്ലേ? അപ്പം നമുക്ക് നേരെ കവിതയിലേക്ക് പോകാം. അപ്പം ഞാൻ ചിത്രം കൊടുത്തിട്ടുണ്ട്, സൈക്കിള് ചവിട്ടാൻ. അപ്പം ആരാണ് എഴുതിയിട്ടുള്ളത്? കൂട്ടുകാർ മറന്നുപോയോ? ആരാണ്? പി രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് സൈക്കിള് ചവിട്ടാൻ എന്ന് പറയുന്ന ഈ മനോഹരമായ കവിത എഴുതിയിട്ടുള്ളത്. കൂട്ടുകാർ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി സൈക്കിളുമായിട്ട് പോകുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കവിതയിലോട്ട് പോകാം. ഓക്കെ, സൈക്കിള് ചവിട്ടാൻ. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം. എങ്ങടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവ് കൊള്ളാൻ. ബെല്ലില്ല മോനെ, നാവുണ്ട് ചേട്ടാ. ബ്രേക്കില്ല മോനെ, കാലുണ്ട് ചേട്ടാ. ടയറില്ല മോനെ, ചിറകുണ്ട് ചേട്ടാ. എന്നാൽ എടുത്തോ, പോയിട്ട് വരാം. വട്ടത്തി ചവിട്ടുമ്പോൾ നീളത്തിലോടി. ടാറിട്ട റോഡിന്മേൽ താളത്തിലോടി. അനു കുതിച്ചപ്പോൾ തെങ്ങുമേ കയറി. അവിടുന്ന് ചവിട്ടി ആകാശം കയറി. അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു. എന്തടാ പയ്യൻ? പിടിവിട്ടു വീണു. പരിക്കെന്തു പറ്റി? കാലൊന്നുളുക്കി. ഇനി എന്തു ചെയ്യും? എടുത്തിട്ട് പോണം. പിന്നിലിരുന്നോ? അങ്ങനെയാട്ടെ. എന്തട പേര്? ചന്ദ്രൻ എന്ന്. എവിടത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമി പോണം. എന്തിനു പോണം? സൈക്കിള് ചവിട്ടാൻ. പി രാമചന്ദ്രൻ. അപ്പം നമ്മളിപ്പോൾ സൈക്കിൾ ചവിട്ടാൻ എന്ന് പറയുന്ന ഈ കവിത വായിച്ചു. നമുക്ക് ഒരു വട്ടം വായിച്ചപ്പോൾ തന്നെ അതിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായി. അതായത് ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിലാണ് പി രാമചന്ദ്രൻ ഈ കവിത എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാകാം. അപ്പോൾ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തേത്, കവിത താളമിട്ട് ചൊല്ലും. അപ്പം നിങ്ങളുടേതായിട്ടുള്ള താളത്തിൽ നിങ്ങൾ ഈ കവിത ഒന്ന് ചൊല്ലി നോക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? നമുക്ക് വായിച്ചു നോക്കാം. നിലാവ് കൊള്ളാൻ ഭൂമിയിലിരുന്നാൽ പോരെ, പിന്നെന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്? എന്തിനായിരിക്കും? നമുക്ക് ഉത്തരം എഴുതാം. ഉത്തരം, നിലാവ് ഭൂമിയിലിരുന്ന് കണ്ടാൽ മതി എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ കവിതയിലെ കുട്ടിക്ക് നിലാവിനെ മാത്രം കാണാൻ മതിയില്ല. അതിലേറെ അറിയാനും അനുഭവിക്കാനും കുട്ടിക്ക് ഇഷ്ടമാണ്. അതിനാലാണ് അവൻ ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അവൻ ആകാശത്തേക്ക് പറക്കുന്നു, ചന്ദ്രനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവനെ കാണാനും സംസാരിക്കാനുമായി ആഗ്രഹിക്കുന്നത്. അവൻ്റെ ഭാവനയും സ്വപ്നങ്ങളും അതിനേക്കാൾ വലിയതും ആഴവുമാണ്. അതുകൊണ്ടാണ് അവൻ നിലാവിനെ കാണാൻ മതിയാകാതെ നേരെ ചന്ദ്രനിലേക്ക് സ്വപ്നം കാണുന്നത്. അടുത്ത ചോദ്യം, മൈക്കിള് ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത? കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? താളത്തിൽ പറയും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കവിതയുടെ ആ താളത്തിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് പോയിന്റ് ആയിട്ട് എഴുതിയാലും മതി. അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങളായിരിക്കും മൈക്കിള് ചേട്ടൻ പറയുക? രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇവിടെ, തടസ്സങ്ങളും അതുപോലെ കുട്ടി അതിന് നൽകുന്ന മറുപടിയും. അപ്പോൾ ആദ്യം നമുക്ക് മൈക്കിള് ചേട്ടൻ പറയാവുന്ന തടസ്സങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താ? സൈക്കിൾ തകരും, തൊഴിലാളികൾ കാണും, അതുപോലെ തന്നെ പോലീസ് പിടിക്കും, അതുപോലെ തന്നെ പകൽ കാണുന്ന സ്വപ്നമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. അതുപോലെ തന്നെ കുട്ടിയുടെ മറുപടിയൊക്കെ എന്തായിരിക്കും? കുട്ടി അതിനെല്ലാം മറുപടി നൽകിയിട്ടുണ്ടാകും. ഞാൻ ഭയപ്പെടുന്നില്ല ചേട്ടാ, അല്ലെങ്കിൽ ഞാൻ സൈക്കിൾ പറക്കുമെന്ന് വിശ്വസിക്കാം, സ്വപ്നം കാണാണെങ്കിൽ എങ്ങനെ സത്യമാക്കാൻ കഴിയും, ചെറുതായാലും എനിക്കൊരു പരിശ്രമം മതി, അങ്ങനെയൊക്കെ നമുക്ക് കുട്ടി പറയുന്നതായിട്ടും എഴുതാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതും എഴുതി ചേർക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ. ഇനി ഈ കവിതയിലെ അവസാനത്തെ ഒരു ചോദ്യമുണ്ട്. ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാകും? അപ്പോൾ നമ്മുടെ ഭാവനയിൽ നിന്ന് എടുത്തിട്ട് എഴുതാനുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? ഭൂമി വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് ചന്ദ്രൻ അറിയുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് അതുപോലെ എഴുതാവുന്നതാണ്. എന്തൊക്കെ എഴുതാം? പാടങ്ങളും പച്ചപ്പുല്ലുകളും നിറഞ്ഞ വയലുകൾ, പറക്കുന്ന പക്ഷികൾ, ആനപ്പാവാട വെച്ച് പെൺകുട്ടികൾ സൈക്കിളിൽ പറക്കുന്നത്, ആകാശത്തിലെ മേഘങ്ങൾക്കിടയിലൂടെ സൈക്കിൾ സവാരി, പ്രകൃതിയിലെ സുന്ദര
ചോരയും കുഞ്ഞുങ്ങളുടെ കളികളുമൊക്കെ. ഇവയെല്ലാം ചന്ദ്രന് പുതുമയും ആശ്ചര്യവും നിറഞ്ഞ അനുഭവമായിരിക്കും. അവൻ സ്വയം ആലോചിക്കുമോ, ഇത്ര മനോഹരമായ ഭൂമി, കുട്ടികളുടെ സ്വപ്നങ്ങൾ എത്ര മനോഹരമാണ് എന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ എഴുതി ചേർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത, അതായത് സൈക്കിൾ ചവിട്ടാൻ എന്ന് പറയുന്ന ഈ കവിതയും അതിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെന്താണ്, ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പോയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളും അതൊക്കെ കൂടിയിട്ടുള്ളൊരു കവിതയായിരുന്നു. ഇതിന് മുന്നേ ഈ കവിതയിലേക്കുള്ളൊരു ആമുഖമായിട്ടൊരു കുറച്ച് കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ 4 ഉണ്ടായിരുന്നു. ആ 4 ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, EVS എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ അതൊന്ന് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.